ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. റോന്ത് സിനിമ കണ്ടു. ഷാഹി കപൂർ പോലീസ് സ്റ്റോറി അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നായാട്ട്, ഓഫീസർ ഡ്യൂട്ടി, എലവഴിഞ്ഞിപ്പൂര, ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന റോന്ത് ഷാഹി കപൂർ തന്നെയാണ് റൈറ്ററും ഡയറക്ടറും. പോലീസ് സ്റ്റോറി എന്തുകൊണ്ട് ഷാഹി കപൂറിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകത വരുന്നു എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വളരെയധികം ഇമോഷണലി നമ്മൾ ഈ പോലീസ് സ്റ്റോറിയോട് ആൾ പറയുന്ന പ്രസന്റേഷനോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്, നമുക്കത് കണക്റ്റഡ് ആവുകയാണ്. അത് തന്നെയാണ് റോന്തിന് സംഭവിച്ചേക്കുന്നത്. റോന്ത് എന്ന് പറയുന്നത് ഒരു ചെറിയതായിട്ട് പറയുകയാണെങ്കിൽ, ഒരു SIയും SIയുടെ ഡ്രൈവറും തമ്മിൽ ഒരു ദിവസം അവർ റോന്തിന് പോകും, അതായത് നൈറ്റ് പെട്രോൾ പോലത്തെ ഒരു യാത്ര. അതിനിടയിൽ അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന, അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കുറെ സീരിയസ് വിഷയങ്ങൾ. ആ സീരിയസ് വിഷയങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിനെയും അവരുടെ പ്രൊഫഷണൽ ലൈഫിനെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് റോന്ത് സിനിമ നമ്മളോട് പറയുന്നത്. അത് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയും അവര് തമ്മിലുള്ള എന്താ പറയാ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈഗോ ആയാലും ശരി, എന്താ പറയാ കോൺഫ്ലിക്റ്റ് ആയാലും ശരി, അവർ തമ്മിലുള്ള ദേഷ്യം എല്ലാതും ഒരു സീനിയർ ആയിട്ടുള്ള ആളായിട്ടുള്ള SI ആയിട്ടാണ് ദിലീഷ് പോത്തന്റെ കഥാപാത്രം വരുന്നത്. ആൾക്ക് വർഷങ്ങളോട് എക്സ്പീരിയൻസ് ഉണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളായിട്ടുള്ള അവിടുത്തെ CPO ഡ്രൈവർ പോലത്തെ പൊസിഷനിലുള്ള ആളാണ് റോഷൻ അവതരിപ്പിച്ച കഥാപാത്രം. ഇവർ തമ്മിൽ ഒരു ദിവസം അവർക്ക് നൈറ്റ് പെട്രോളിന് പോകേണ്ടി വരുന്നു. അപ്പൊ പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസുകാരന്റെയും കുറെ കാര്യങ്ങൾ കണ്ട് പരിചയിച്ച് നേരിട്ടൊരു പോലീസുകാരനും ഇതൊക്കെ ആദ്യമായി ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പുതിയ പോലീസുകാരനും, അപ്പൊ അവർ തമ്മിലുള്ള എന്താ പറയാ അവരുടെ പുതിയ പോലീസുകാരന്റെ ആവേശവും മറ്റേ ദിലീഷ് പോത്തനുള്ള എക്സ്പീരിയൻസിന്റെയും അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോ അതില് സാഹചര്യങ്ങൾ കൊണ്ട് ഇവർ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, ചില കാര്യങ്ങളെല്ലാതും അതിങ്ങനെ പറഞ്ഞ് പ്രസന്റ് ചെയ്തു പോകുന്ന രീതി വളരെയധികം കണക്റ്റഡ് ആവും. പ്രത്യേകിച്ച് ചില ഇമോഷണൽ സീൻസ്, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്ന രംഗങ്ങളൊക്കെ എനിക്ക് വളരെയധികം പേഴ്സണൽ ടച്ചായി. പ്രത്യേകിച്ച് ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വല്ലാതെ കണക്റ്റഡ് ആവും. ഈ പോലീസുകാരോടൊപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യണ പോലത്തെ ഒരു പ്രതീതി നമുക്ക് കിട്ടും. അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിലീഷ് പോത്തന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെന്ന് പറയാം. കാരണം വളരെയധികം നമുക്ക് ആ കഥാപാത്രത്തിനോടുള്ള ഒരു എമ്പതിയും ഒരു സിമ്പതിയും നമുക്കത് ഫീൽ ആവുന്ന തരത്തില്, നമ്മൾ ടച്ച് ചെയ്യുന്ന തരത്തില് വളരെ ജെന്യൂനായിട്ട് സിൻസിയർ ആയിട്ട് ഉള്ള ഒരു പോലീസുകാരന്റെ ജീവിതം കാണിച്ചു തരുന്ന പോലെയാണ് ദിലീഷ് പോത്തന്റെ അഭിനയം. റോഷന് കിട്ടിയ റോള് അത്യാവശ്യം അച്ചടക്കത്തോടെയും നല്ല രസത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറെ പുതിയ ആളുകളുണ്ട്, അവർക്ക് ചെറിയ റോളുകളാണുള്ളത്, അവരൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തേക്കുന്നത് അനിൽ ജോൺസൺ ആണ്. ആള് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എങ്ങനത്തെ മ്യൂസിക്കാണ് വേണ്ടത്, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പാക്ട് തരുന്നതിൽ നല്ല റോൾ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നൈറ്റിലത്തെ സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് മനീഷ് മാധവനാണ്. ആള് വളരെ നല്ലൊരു വർക്ക് തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു ചെറിയൊരു കഥാപാത്രം എന്ന് പറയുന്നത് ദിലീഷ് പോത്തന്റെ വൈഫായിട്ട് അഭിനയിച്ച ലക്ഷ്മി മേനോന്റെ കഥാപാത്രമാണ്. വളരെ കുറച്ച് സീനുകളെ വരുന്നുള്ളൂ, പക്ഷെ അത് നമുക്ക് കണക്റ്റഡ് ആവും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രസന്റേഷൻ. ഞാൻ ഈ ലക്ഷ്മി മേനോന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൽ കണ്ടു എന്നുള്ളതല്ലാണ്ട് അഭിനയം കണ്ടിട്ടുണ്ടെന്നില്ല. പക്ഷെ എനിക്കിത് ഒരു തരത്തിലും ഒരു എന്താ പറയാ അൺനാച്ചുറൽ ആയിട്ട് തോന്നിയില്ല. വളരെ ഓർഗാനിക് ആയിട്ട് വന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ മൊത്തത്തില് വളരെ നല്ല ഒരു പോലീസ് സ്റ്റോറി. വൺസ് അഗെയിൻ ഷാഹി കപൂർ. അത് ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷാഹി കപൂർ പോലീസ് സ്റ്റോറി, റിയലിസ്റ്റിക് അപ്രോച്ച്, അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. പിന്നെ പടം കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സ്പോയിലർ അല്ല. ഇത് ഏത് യൂണിവേഴ്സിലാണെന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നായാട്ടി യൂണിവേഴ്സിലാണെന്നുള്ളത് നമുക്ക് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനിയും ഷാഹി കപൂറിന്റെ ഭാഗത്ത് നിന്ന് നായാട്ടിന്റെ ആണെങ്കിലും റോന്തിന്റെ ആണെങ്കിലും ഇനിയും അവർക്ക് കഥ പറയാനുണ്ട് എന്ന രീതിയിലാണ് പടത്തിന്റെ അവസാനം ഉണ്ടാവുന്നതും. നമുക്ക് ഹോണ്ട് ചെയ്യണം, നമുക്ക് ഷെയ്ക്ക് ചെയ്യണം, നമുക്ക് പടം കണ്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തരത്തിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് പടം എൻഡ് ചെയ്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.